ഹലോ നമസ്കാരം, വെൽക്കം ടു മോളിവുഡ് ടോക്സ്. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ ഏറ്റവും പുതിയ ചിത്രമായിട്ട് റിലീസ് ചെയ്തിട്ടുള്ള നേരിനെ പറ്റി സംസാരിക്കാനാണ്. ഇന്നാണ് സിനിമ റിലീസ് ചെയ്തത്, ഇന്ന് തന്നെ കാണാൻ സാധിച്ചു. സിനിമയെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും പുതിയ വീഡിയോസ് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഈ സിനിമയെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഇതൊരു ട്വിസ്റ്റ് ഇല്ല, സസ്പെൻസ് ഇല്ല, ത്രില്ലർ അല്ല എന്ന് പലതവണ സംവിധായകൻ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു ഇമോഷണൽ കോർട്ട് റൂം ഡ്രാമയാണ്. തീർച്ചയായും ഈ സിനിമയിൽ ട്വിസ്റ്റും കാര്യങ്ങളും അതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആയിരുന്നു അവർ ആ സിനിമയ്ക്ക് തന്നത്. ഇതൊരു ഇമോഷണൽ കോർട്ട് റൂം ഡ്രാമ തന്നെയാണ്. ഒരു ക്രൈം നടക്കുന്നതും അതിനുശേഷം ആ കേസിനെ പറ്റി ഉണ്ടാവുന്ന കോർട്ട് റൂം ട്രയൽസും ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമ പൂർണ്ണമായിട്ടും മുമ്പോട്ട് പോകുന്നത്. അതിനെ അല്പം പോലും ഇഴച്ചിലില്ലാതെ, മടുപ്പിക്കാതെ, ഏറ്റവും എൻഗേജിംഗ് ആയി, ഏറ്റവും പാക്ഡ് ആയി അവതരിപ്പിക്കുകയാണ് നേരെന്ന സിനിമ. മോഹൻലാൽ എന്ന അതുല്യ നടന്റെ കുറെ നാളുകൾക്ക് ശേഷമുള്ള ഒരു ഗംഭീര കഥാപാത്രം, പെർഫോമൻസ്, നല്ലൊരു സിനിമ എന്നുള്ളത് കൂടി മാർക്ക് ചെയ്ത് വെക്കുകയാണ് നേര്. ഒരുപക്ഷെ മോഹൻലാലിന്റെ വിജയ് മോഹൻ എന്ന് പറഞ്ഞിട്ടുള്ള കഥാപാത്രം അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായിട്ടുള്ള ആസ്പെക്റ്റുകളിലൊന്നാണ്. അദ്ദേഹം ചെയ്തിട്ടുള്ള ഏറ്റവും മികച്ച അഭിഭാഷക വേഷം എന്ന് വേണമെങ്കിൽ പറയാം. വളരെ കുറച്ച് വേഷങ്ങളാണെങ്കിലും ഉള്ളതിൽ ഏറ്റവും ഗംഭീരമായിട്ടുള്ള വേഷമാണ്. വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു അഭിഭാഷകനാണ്. നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള ഫയർ ബ്രാൻഡ് ഡയലോഗ്സ് പറയുന്ന ആളല്ലെങ്കിൽ കൂടിയും അയാൾ ഇമോഷണൽ ആവുന്നിടത്ത്, അയാൾ സ്ട്രോങ് ആയ പോയിന്റ്സ് നിരത്തുന്നിടത്ത് ഓഡിയൻസ് എക്സൈറ്റഡ് ആവുന്നുണ്ട്. അതൊക്കെ തന്നെയാണ് ഈ കഥാപാത്ര സൃഷ്ടിയുടെ ഏറ്റവും മികവായിട്ട് തോന്നിയത്. ലാലേട്ടന്റെ പെർഫോമൻസ് ആസ് എൻ ആരാധകൻ എന്നുള്ള രീതിയിൽ എന്നെ വളരെയധികം എക്സൈറ്റ് ചെയ്യിപ്പിച്ചു. ആ കഥാപാത്രത്തിന്റെ ഒരു വിജയം ആഗ്രഹിക്കുന്ന ഒരു പ്രേക്ഷകനായി എന്നെ ആ സിനിമ മാറ്റിയെടുത്തു എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. ജിത്തു ജോസഫ് എന്ന ബ്രില്യൻറ്റ് ഫിലിം മേക്കറിന്റെ, ബ്രില്യൻറ്റ് റൈറ്ററിന്റെ മികവും കൂടി സിനിമയിൽ എടുത്തു കാണാനുണ്ട്. ശാന്തി മായാദേവിയും ജിത്തു ജോസഫും കൂടിയിട്ടാണ് ഒരുമിച്ചാണ് ഈ തിരക്കഥ എഴുതിയിട്ടുള്ളത്. തിരക്കഥ വളരെ പാക്ഡ് ആണ്. എവിടെയും ഇഴച്ചില്ലാത്ത രീതിയിൽ ഡയലോഗുകൾ കാച്ചിക്കുറുക്കിയെടുത്ത് കൃത്യമായിട്ടാണ് ഈ സിനിമ എടുത്തിട്ടുള്ളത്. എന്നാൽ ലാഗ് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. ഈ സിനിമയിൽ പ്ലേസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ലാഗ് ഉണ്ട്. ഇതിന്റെ എവിടെ മുതൽ എവിടം വരെ കൃത്യമായിട്ടുള്ള ഒരു സ്ലോ പേസ് മെയിൻറ്റെയിൻ ചെയ്ത് പോയാലാണ് അടുത്തൊരു മൊമെന്റിൽ പ്രേക്ഷകന് ഒരു ഹൈ കിട്ടുക എന്നുള്ളൊരു ഒരു കൃത്യമായിട്ടുള്ള ഒരു ആസ്പെക്ട് സംവിധായകനുള്ളതുകൊണ്ട് ആ ഒരു ലാഗ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു സ്ലോ ഏരിയ എന്ന് പറയുന്നത് വളരെയധികം വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. അവിടെ വരുന്ന ഇമോഷൻസ്, അവിടെ വരുന്ന വളരെ കൈൻഡ് ഓഫ് സിറ്റുവേഷൻസ്, വളരെ ഡിപ്രസിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ ശരിക്കും വർക്ക്ഔട്ട് ആയി. തിയേറ്റർ മുഴുവൻ അതിനോട് സൈലന്റ് ആയും അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന പോലെ കൈയടിച്ചും എല്ലാം അത് എൻജോയ് ചെയ്തതുകൊണ്ടായിരിക്കാം അവസാനം എല്ലാവരും കൈയടിച്ചാണ് തിയേറ്ററിൽ നിന്ന് എണീറ്റ് പോയത്. അതൊരു ഹൗസ്ഫുൾ ക്രൗഡായിരുന്നു. അത് വലിയൊരു സാറ്റിസ്ഫാക്റ്റിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. സംഗീതത്തിന്റെ വശത്തേക്ക് വന്നാലും ഈ സിനിമ വളരെ ഗംഭീരമായിട്ടാണ്. ഇതിന്റെ സെക്കൻഡ് ഹാഫിലാണ് മ്യൂസിക്കിനൊക്കെ നല്ല പ്രാധാന്യം വരുന്നത്. ആ ഒരു മൊമെന്റ്സ് ഒക്കെ, ആ ഒരു സിറ്റുവേഷൻസിലൊക്കെ ഭയങ്കരമായിട്ട് മ്യൂസിക് വർക്ക് ചെയ്തിട്ടുണ്ട്. മറ്റ് അഭിനേതാക്കളുടെ പ്രകടനവും തീർച്ചയായിട്ടും എടുത്തു പറയണം. അനശ്വര രാജിന്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആണ്. അവരിൽ നിന്ന് പ്രതീക്ഷിച്ചതിനേക്കാൾ ഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസ് എന്ന് പറയാം. ആ കഥാപാത്രത്തിന്റെ ഓരോ മാനറിസംസ്, ബിഹേവിയേഴ്സ് അത്രയും സൂക്ഷ്മമായിട്ട് ചെയ്തിട്ടുണ്ട്. സിദ്ദിഖിന്റെ പെർഫോമൻസ് ഗംഭീരമായിരുന്നു. കഥാപാത്രത്തിനെ ചുമരി തേച്ച് ഒരയ്ക്കാൻ തോന്നുന്ന പോലൊരു ക്യാരക്ടർ എന്നൊക്കെ പറയില്ല, അത് ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ ജഗദീഷിന്റെ വളരെ കുറച്ച് നേരമുള്ളെങ്കിലും വളരെ നല്ല പെർഫോമൻസ് ആയിരുന്നു. മൊത്തത്തിൽ എല്ലാവരും അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ക്യാമറയും മറ്റു മേക്കിംഗ് കാര്യങ്ങളും ഒക്കെ അത്യാവശ്യം ഡീസന്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. എവിടെയും വലിയ മോശമായിട്ടൊന്നും പറയാനില്ല. എന്നാൽ എഡിറ്റിംഗിലേക്ക് വരുമ്പോൾ കുറെ നല്ല സിറ്റുവേഷൻസ് എനിക്ക് ഫീൽ ചെയ്തു. എഡിറ്റിംഗ് കട്ട് ചെയ്ത് പോകുന്നതും അല്ലെങ്കിൽ മൂവ്മെന്റ്സും കാര്യങ്ങളിലും ഒക്കെ ആ ഒരു എഡിറ്റിംഗിലുള്ള ഒരു ഇമ്പാക്ട്, ആ ഒരു ഫൈനൽ ഔട്ട്പുട്ട് എൻഗേജിംഗ് ആക്കി നിർത്തുന്നതിലുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതൊരു പോസിറ്റീവ് സൈഡായിരുന്നു. മൊത്തത്തിൽ ടെക്നിക്കലി ഒരു വമ്പൻ സംഭവമൊന്നും ഈ സിനിമ ഡിമാൻഡ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. ഈ സിനിമയുടെ ഒരു സ്ക്രിപ്റ്റിനനുസരിച്ച് വേണ്ടിയിട്ടുള്ള എല്ലാ മേക്കിംഗ് ക്വാളിറ്റിയും ഈ സിനിമയ്ക്കുണ്ട്. നല്ല പ്രകടനങ്ങൾക്ക് വേണ്ടി, നല്ല തിരക്കഥയ്ക്ക് വേണ്ടി ഒട്ടും ബോധരിക്കാതെ പാക്ഡായി അവർ തന്നെ പറഞ്ഞ പോലെ ഒരു കോർട്ട് റൂമിനെ ഒതന്റിക്കലായി അത്യാവശ്യം കണ്ടിരിക്കാവുന്ന, ഒരു കൃത്യമായിട്ടും കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാവുന്ന രീതിയിൽ കണ്ടിരിക്കാവുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് നേരെ എന്ന സിനിമ എനിക്ക് സമ്മാനിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന സിനിമയാണ്. അതിന്റെ ഒരു ക്ലൈമാക്സ് അടങ്ങുന്ന ഒരു പോർഷൻ വരെയൊക്കെ അതൊരു ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും ഈ സിനിമ തിയേറ്ററിൽ കണ്ടു വെക്കുക. കണ്ടവരുണ്ടെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സ് വഴി രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.